ഹലോ, അസ്സലാമു അലൈക്കും. ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ചിക്കൻ പിക്കിളാണ് ഉണ്ടാക്കാൻ പോണത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇതിനായിട്ട് ഞാനിവിടെ 1 kg ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ചിക്കനെ നമുക്ക് സിമ്പിളായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനെഗർ, ഇതൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മെഷർമെൻ്റ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം കേട്ടോ. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ മസാല ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലോണം കുക്കാവരുത്. നല്ലോണം കുക്കായി കഴിഞ്ഞാൽ ഹാർഡായി പോവും. ഈ ഒരു പരുവാകുമ്പം നമുക്ക് മാറ്റി വെക്കാം. ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സ്മെല്ലൊന്ന് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഡ്രൈ ടൈപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ചൊരു ശർക്കര ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് വേറൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.